ഹേയ് ഗായ്സ് ഇതെൻ്റെ ഓണം ഷോപ്പിംഗ് ആണ് കേട്ടോ. ആകെ ഒന്ന് രണ്ട് ക്ലിപ്സേ ഉള്ളൂ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈയൊരു ഡ്രസ്സ് എടുക്കൽ അങ്ങനത്തെ വല്ല പരിപാടിക്ക് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കുന്ന ഒന്നും തന്നെ എനിക്ക് കിട്ടില്ല. ഞാൻ അമ്മാതിരി സാധനങ്ങൾ മൈൻഡിൽ വെച്ചിട്ടായിരിക്കും പോവുക. അതെല്ലാം വട്ടെ എന്തൊരു ഫംഗ്ഷൻ ആയിക്കോട്ടെ, ഫെസ്റ്റിവൽസ് ആയിക്കോട്ടെ, എല്ലാറ്റിനും ഇങ്ങനെ തന്നെയാണ് ഗൈസ്. അപ്പോൾ അങ്ങനെയുള്ള എത്ര പേരുണ്ട്. ഞാൻ അങ്ങനെ ഒരാളാണ്. ഞാൻ ലോകത്ത് കിട്ടാത്തതായ സാധനങ്ങൾ മാത്രം അന്വേഷിച്ചിട്ടാണ് പോവുക. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ വെച്ച് ഒപ്പിച്ചിട്ട് ഞാൻ പോരും. എൻ്റെ മനസ്സിന് അത് തൃപ്തിയാവില്ല. അപ്പോൾ അങ്ങനെ ഇത് വന്നിട്ടൊരു 3 ഇത് മൂന്നാമത്തെ ദിവസമാണ് കേട്ടോ ഡ്രസ്സ് തപ്പി ഇറങ്ങലുടെ. ഫസ്റ്റ് ഡേ കണ്ടിട്ടുണ്ടാവും രാത്രി ഷോപ്പിങ്ങിന് പോയത് കിച്ചിരോ ഇവിടെ. തേർഡ് ഡേ ഇന്ന് ഞാൻ എന്തായാലും എടുത്തേ പറ്റുമെന്ന് വെച്ചിട്ട് അന്ന് നൈറ്റ് പോയപ്പോൾ ഒരു ഡ്രസ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ സാധനം എടുക്കാനായിട്ട് ഞാൻ സീമാസിൽ പോയി. രാത്രി കണ്ടതുകൊണ്ടാണോ എന്താ അറിയില്ല, അന്ന് ചെന്നപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പം തന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഞാൻ നേരെ അവസാനം ഇനി എനിക്കൊരു വഴിയില്ല, ഞാൻ കല്യാൺ പുളിമൂട്ടിൽ അങ്ങനെ എല്ലാ കടകളിലും കയറി എനിക്ക് വേണ്ടാക്കി ഞാൻ അന്വേഷിച്ചു. പിന്നെ റേറ്റും എനിക്കൊരു പ്രശ്നമാണ് ഗൈസ്. അവസാനം ഞാൻ പതിവ് പോലെ എത്താറുള്ള സ്ഥലം തന്നെ നമ്മുടെ ക്വീനിൽ തന്നെ എത്തി. ക്വീനിലെത്തിയിട്ട് ഞാൻ മെറ്റീരിയൽ എടുത്തു ഗൈസ്. ഞാൻ വിചാരിച്ചു എൻ്റെ പ്ലാനിങ് എല്ലാം ഞാൻ സഡൻലി മാറ്റി. ഞാൻ വിചാരിച്ചൊന്നും കിട്ടാതായപ്പോൾ അവിടെ നിന്ന് അങ്ങനെ മെറ്റീരിയൽ എടുത്ത് വേഗം തന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്യാനായിട്ട് കൊടുത്തു കേട്ടോ. ഇത് വന്നിട്ട് ഫോർത്ത് ഡേ ആണ്. ഇത് എനിക്ക് കുറച്ച് ആക്സസറീസ് പോലെ അങ്ങനെ കുറച്ച് സാധനങ്ങൾ എനിക്ക് മേടിക്കാനുണ്ടായിരുന്നു. അതും പതിവ് പോലെ ഞാൻ വിചാരിക്കുന്ന ഒന്നും തന്നെ എനിക്ക് കിട്ടിയില്ല. ഇപ്പോൾ ട്രെൻഡിങ് ആയ സാധനങ്ങളൊക്കെയാണ്, അതെനിക്ക് ഇഷ്ടമില്ല. അപ്പോൾ ഒന്നും കിട്ടാത്തതിൻ്റെ വിഷമം എല്ലാം കൊണ്ട് ഞാനൊരു ഐസ്ക്രീമൊക്കെ കഴിച്ച് ഞാൻ നേരെ വീട്ടിലേക്ക് പോന്നു ഗൈസ്. അത്രയൊക്കെ ഉള്ളൂ. ഞാൻ വേഗം സ്റ്റിച്ച് ചെയ്യാനൊക്കെ കൊടുത്തു. സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞ് കയ്യിൽ കിട്ടുമ്പോൾ വൈകാതെ ഞാൻ നിങ്ങളത് കാണിക്കാം കേട്ടോ. എല്ലാ ഓണത്തിനും പോലെ തന്നെ ഈ വട്ടം ഞാൻ ആഗ്രഹിച്ച അങ്ങനെ തന്നെ എനിക്ക് കിട്ടിയിട്ടില്ല. ആ ഒരു ചെറിയ വിഷമത്തോടെ ടാറ്റാ.